ഓക്കെ, പാർ വാല്യൂ ഓഫ് ഷെയർ. പാർ വാല്യൂ ഓഫ് ദ ഷെയർ പറഞ്ഞാൽ കോമൺ സ്റ്റോക്ക് ഉണ്ടല്ലോ, കോമൺ സ്റ്റോക്കിൻ്റെ ബേസിക് വാല്യൂവിനെയാണ് എന്ത് വിളിക്കുക, നമ്മൾ പാർ വാല്യൂ എന്ന് വിളിക്കുക. ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു 40 രൂപക്ക് എന്ത് ചെയ്ത്, 40 രൂപക്ക് ഒരു സ്റ്റോക്ക് വിറ്റ് വിചാരിച്ചോ, ഒരു കോമൺ ഷെയർ നമ്മളെ കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാം കേട്ടോ. 40 രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ നോർമലി പാർ വാല്യൂ എത്ര വരില്ല വെച്ച് കഴിഞ്ഞാൽ 10 രൂപ. ബേസിക് ആയിട്ടുള്ള വാല്യൂ എത്ര വരിക, 10 രൂപ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, 40 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തില്ലേ, ഇത് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണ്ടേ. ഇപ്പോൾ നമ്മളെങ്ങനെ കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപ എന്ത് കാണിക്കും, പാർ വാല്യൂ കിട്ടും. ബേസിക് വാല്യൂ എത്ര കിട്ടി, 10 കിട്ടി. ബേസിക് വാല്യൂൻ്റെ ഒക്കെ കൂടുതൽ ഇപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടാവും നമുക്ക്, 30 അല്ല ഉണ്ടാവുക. ആ ബാക്കി 30 എഴുതും അഡീഷൻ പെയ്ഡ് ഇൻ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ സിംപിളി 40 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് നമ്മൾ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ബാലൻസ് ഷീറ്റ് കാണിക്കണമല്ലോ, നമ്മളിങ്ങനെ സ്റ്റോക്ക് വിറ്റു എന്നുള്ളത്. ഇപ്പോൾ നോർമലി നമ്മൾ എന്ത് കാണിക്കും, 10 ബേസിക് വാല്യൂ ആയിട്ടുള്ള 10 എന്ത് ചെയ്യും, നമ്മൾ ഏതൊക്കെ മാറ്റും, കോമൺ സ്റ്റോക്കിൻ്റെ പാർ വാല്യൂ അക്കൗണ്ടിലേക്ക് മാറ്റും. ബാക്കി അതിൻ്റെ അഡീഷണൽ പ്രീമിയം ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് 30 രൂപ, അത് ഏതൊക്കെ മാറ്റും, അഡീഷണൽ പെയ്ഡ് ഇൻ ക്യാപിറ്റൽക്കും മാറ്റും. അപ്പോൾ കോമൺ സ്റ്റോക്ക് എത്ര പോകുള്ളൂ, പാർ വാല്യൂക്ക് എത്ര പോകുള്ളൂ, ആ ബേസ് വാല്യൂ 10 പോകുള്ളൂ. അപ്പോൾ ഇനി 100 വിറ്റ് കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ നിങ്ങൾ 100 വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പോവുക, പാർ വാല്യൂ എത്രയെന്ന് പറഞ്ഞില്ലേ, ഇനി പാർ വാല്യൂ 10, അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും, 90 ഏത് പോവും, അഡീഷണൽ പെയ്ഡ് ഇൻ ക്യാപിറ്റലിക്ക് പോകും. ഇത്രയേ ഉള്ളൂ പാർ വാല്യൂ പറഞ്ഞ സംഭവം. അപ്പോൾ എത്ര രൂപ പാർ വാല്യൂക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി ലിസ്റ്റ് ചെയ്യുമല്ലോ, സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് എന്ത് നിർണ്ണയിക്കുക, എത്ര പാർ വാല്യൂ ഉണ്ട് എന്നുള്ളത്. അപ്പം ഇനി പാർ വാല്യൂ ഇനി ചേഞ്ച് ആവില്ല അല്ലേ, സ്റ്റോക്ക് പ്രൈസ് കൂടും കുറയും ചെയ്യൂലേ. എടാ സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം 40, ഈ കൊല്ലം ഇപ്പോൾ എത്രയായി, 100. അപ്പോൾ ഈ വർഷം ഇനി കോമൺ സ്റ്റോക്ക് വാങ്ങുന്ന ആളെ 10 രൂപ ഏതൊക്കെ തന്നെ പോകും, പാർക്ക് പോവും. ബാക്കി 90 നമ്മൾ ഏതൊക്കെ പോവുക, അഡീഷണൽ പെയ്ഡ് ഇൻ ക്യാപിറ്റൽ. അപ്പോൾ 200 ആണെങ്കിലോ, 200 ആണെങ്കിൽ എങ്ങനെ കേടാ, 10 രൂപ അപ്പോൾ ഏതൊക്കെ തന്നെ പോവുക, പാർ വാല്യൂക്ക്. ബാക്കി 190 ഏതൊക്കെ പോവും, അഡീഷണൽ പെയ്ഡ് ഇൻ ക്യാപിറ്റലിക്ക് പോവും. ഓക്കെ, ഇത് ഇവിടെ അക്കൗണ്ട്സ് അല്ല ഇവിടെ പ്രാധാന്യമുള്ളത്. ഇവിടെ എന്താ പ്രാധാന്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് നമ്മൾ പാർട്ട് 1A നമുക്ക് ഇവിടെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി ഷെയർ ഹാസ് എ പാർ വാല്യൂ അല്ലേ. ഓരോ ഷെയറിനും ഒരു 10 രൂപ എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു പാർ വാല്യൂ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പനീൻ്റെ ലീഗൽ ക്യാപിറ്റൽ. ലീഗൽ പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്, നിയമപരമായിട്ടില്ലേ. അപ്പോൾ കമ്പനി പൂട്ടി പോവുകയാണെങ്കിൽ, കമ്പനി എന്ത് പോവുകയാണ്, ലിക്വിഡേഷൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ കമ്പനി ഇവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർ വാല്യൂ ആണ് ഷെയർ ഹോൾഡറിന് എന്ത് ചെയ്യേണ്ടത്, തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ കമ്പനി പൂട്ടി പോവുകയാണ്, കമ്പനി പൂട്ടി പോകുമ്പോൾ എന്ത് കൊടുക്കേണ്ട, മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ 200 ഇല്ലേ, 200 കൊടുക്കണമല്ലോ, 200 കൊടുക്കേണ്ട ആവശ്യമില്ല. ഷെയർ ഹോൾഡറിന് എന്ത് കൊടുത്തായി, വെറും 10 രൂപ പാർ വാല്യൂ കൊടുത്തായി. അപ്പോൾ ലീഗലി ഒരു കമ്പനി, ഇപ്പോൾ നമ്മൾ ഡെപ്റ്റിൻ്റെ കേസ് പറഞ്ഞില്ലേ, ഡെപ്റ്റ് എത്ര വാങ്ങിച്ചാൽ അത് തിരിച്ചു കൊടുക്കൽ എന്താണ്, കമ്പനിക്ക് ലേബിളാണ്, നിർബന്ധമായിട്ട് ലീഗലി എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ കോമൺ സ്റ്റോക്കിൽ ലീഗലി തിരിച്ചു കൊടുക്കേണ്ടത് എന്ത് മാത്രമാണ്, പാർ വാല്യൂ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കലുണ്ടെന്ന് വെച്ചാൽ ലയബിലിറ്റി സീലിംഗ് എന്ന് വിളിക്കലുണ്ട്. എന്താ വിളിക്കൽ, ലയബിലിറ്റി സീലിംഗ് ഓഫ് ദ കമ്പനി. ലയബിലിറ്റി സീലിംഗ് ഓഫ് ദ കമ്പനീനെ എന്ത് വിളിക്കുക, പാർ വാല്യൂ എന്ന് വിളിക്കുക. അതായത് കമ്പനി ലയബിളായിട്ട് നിർബന്ധമായിട്ടും ഒരു ഷെയർ ഹോൾഡറിന് കൊടുക്കേണ്ട എമൗണ്ട് എത്ര മാത്രമാണ്, പാർ വാല്യൂ മാത്രമാണ്. എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റിൽ 200 രൂപ എടുക്കണോ, 200 രൂപ എടുക്കേണ്ട, ആകെ എത്ര രൂപ എടുക്കേണ്ടുള്ളൂ, 10 രൂപ. അപ്പോൾ കമ്പനി തിരിച്ചു കൊടുക്കേണ്ട എത്ര രൂപ മാത്രമാണ്, ഈ ഒരു 10 രൂപ പാർ വാല്യൂ. ഇപ്പം 500 ഉണ്ടെങ്കിലോ, സ്റ്റോക്കിന് 500 രൂപ വാല്യൂ ഉണ്ട്. ഇപ്പോൾ കമ്പനി പൂട്ടി പോകാൻ നിൽക്കണമെന്ന് വിചാരിച്ചോ, പെട്ടെന്ന് കമ്പനിയിൽ എന്തോ പ്രശ്നമായി പൂട്ടി പോകുകയാണെന്ന് വിചാരിച്ചോ, നമുക്ക് എത്രയേ തിരിച്ചു തരേണ്ട ആവശ്യമുള്ളൂ, വെറും 10 രൂപയെ തിരിച്ചു തരേണ്ട ആവശ്യമുള്ളൂ. ഇതാ പറയുന്നത് കേട്ടോ, പാർ വാല്യൂ ഓഫ് ദ കോമൺ സ്റ്റോക്ക് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ലയബിലിറ്റി ഇൻ കേസ് ഓഫ് ദ ലിക്വിഡേഷൻ. കമ്പനി പൂട്ടി പോകുമ്പോൾ എന്ത് മാത്രം കൊടുത്തായി, പാർ വാല്യൂ മാത്രം കൊടുത്തായി. അപ്പോൾ ആ പേഴ്സ്പെക്റ്റീവിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഈ ഒരു ഇൻവെസ്റ്ററിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എന്താണ്, ഹൈലി റിസ്കി അല്ലേ. കാരണം ഇത്രയും എമൗണ്ട് സ്റ്റോക്ക് വാല്യൂ ഉണ്ടായിട്ട് പോലും കമ്പനി പൂട്ടി പോകുമ്പോൾ അവർക്ക് എന്തേ കിട്ടണുള്ളൂ, ജസ്റ്റ് പാർ വാല്യൂ കിട്ടണുള്ളൂ. അപ്പോൾ ഇത് ആർക്കും ഭയങ്കര റിസ്ക് ആണെന്ന് അറിയണത്, നമ്മളെ ഇൻവെസ്റ്ററിന് റിസ്ക് ആണ്. ഓക്കെ, പിന്നെ അതുകൊണ്ട് തന്നെ വെൻ ദ സ്റ്റോക്ക് ഈസ് ഒറിജിനലി സോൾഡ് പാർ വാല്യൂ ഏതൊക്കെ ക്രെഡിറ്റ് ചെയ്യുന്ന പറഞ്ഞത്, കോമൺ സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് മാറ്റൂലേ. അപ്പോൾ പാർ വാല്യൂ അക്കൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുക, കോമൺ സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് വിളിക്കുക. നമ്മൾ ഇക്വിറ്റി സൈഡിലല്ലേ കോമൺ സ്റ്റോക്കും ഇതൊക്കെ കാണിക്കുക. ഓക്കെ, അപ്പോൾ പാർ വാല്യൂവിനെ നമ്മൾ എന്താ കാണിക്കുക, കോമൺ സ്റ്റോക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്, വെറും പാർ വാല്യൂ മാത്രമാണ് ഉള്ളത്. ഓക്കെ, 10 രൂപ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ, പാറിലുണ്ടാവുള്ളൂ. പിന്നെ ബാക്കി അഡീഷണൽ എമൗണ്ട് റിസീവ്ഡ് ബൈ ദ കമ്പനി ഈച്ച് ഷെയർ ക്രെഡിറ്റഡ് ടു ഏതാണ് നമ്മൾ പറഞ്ഞത്, അഡീഷണൽ പെയ്ഡ് ഇൻ ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാധനം കേട്ടോ, 100-ൻ്റെതാണെങ്കിൽ 10 രൂപ പാർക്ക് പോവും, ബാക്കി 90 ഏത് പോവും,
APIC അക്കൗണ്ടിലേക്ക് പോകും. അപ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി? ജസ്റ്റ് ബേസിക് ആയിട്ട് ഒരു ജേണൽ എൻട്രി പറഞ്ഞാണെങ്കിൽ നമ്മളെ കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ ജേണൽ എൻട്രി ചെയ്യാം. കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ തന്നെയല്ലേ ചെയ്യേണ്ടത്? കമ്പനിക്ക് എന്താ കിട്ടിയിട്ടുണ്ടാവും? അപ്പോൾ 100 രൂപയുടെ സ്റ്റോക്കാണ് നമ്മൾ വിറ്റിട്ടുള്ളത്. പിന്നെ 100 രൂപ എന്ത് കിട്ടിയിട്ടുണ്ടാവും? ക്യാഷ് കിട്ടിയിട്ടുണ്ടാവില്ലേ? ആ ക്യാഷിന് നമ്മൾ ഏതൊക്കെ മാറ്റുകയെന്ന് പറഞ്ഞു. കോമൺ സ്റ്റോക്കിക്ക് എത്ര മാറ്റും? ഒരു 10 രൂപ മാറ്റും. ബാക്കി APICക്ക് എത്ര മാറ്റുക? APICക്ക് ഒരു 90 എന്ത് ചെയ്യും? മാറ്റും. അപ്പോൾ ക്യാഷ് 100. അപ്പോൾ എന്താണ് ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യാഷ് കൂടി കഴിഞ്ഞാൽ കമ്പനിക്ക് നല്ല ചെയ്താ നല്ല അല്ലേ? നല്ല ആണെങ്കിൽ ഡെബിറ്റ്, അത്രേ ഉള്ളൂ. നല്ലതാണെങ്കിൽ എന്ത് ചെയ്യുക? ഡെബിറ്റ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലെ ക്യാഷ് അക്കൗണ്ട് എത്ര കൂടിയിട്ടുണ്ടാവുക? 100. ഡെപ്റ്റർ. ഇനി 2 APIC അക്കൗണ്ടും ഏതക്കൗണ്ടാണ്? ഇക്വിറ്റി അക്കൗണ്ടാണ്. അതുപോലെ തന്നെ നമ്മളുടെ കോമൺ സ്റ്റോക്ക് അക്കൗണ്ട് എന്താണ്? ഇക്വിറ്റി അക്കൗണ്ടാണ്. ഇക്വിറ്റി പറഞ്ഞാൽ ഏത് സൈഡിലാണ് കാണിക്കുന്നത്? ലാബിൽ സൈഡിലാണ് കാണിക്കുന്നത്. കമ്പനി വേറൊരാളിൽ നിന്ന് ഫണ്ട് വാങ്ങാല്ലേ? നമുക്കറിയാം അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവ് ഏതിലാണ് വരിക? ഓണർ വേറെ, കമ്പനി വേറെ, അല്ലെങ്കിൽ ഓണർ വേറെ, അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ വേറെ, കമ്പനി വേറെ. ആരെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുക? കമ്പനിയുടെ പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ കമ്പനി വേറൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് വിചാരിക്കുക. ഇപ്പോൾ ഷെയർ ഹോൾഡർ ഞാനൊരു മനുഷ്യന്, ഇനി എന്ത് ചെയ്യുക? കമ്പനി എന്തായിട്ട് വേറൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മനുഷ്യൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഒരാളില്ല, പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്ത് ചെയ്യുക? കാണുക. അപ്പോൾ കമ്പനിയുടെ പെർസ്പെക്റ്റീവിലാണ് ചെയ്യണത്. ഞാൻ ആർക്ക് ഫണ്ട് കൊടുത്തിക്കാണ്? ഇപ്പോൾ കമ്പനിയിൽ സ്റ്റോക്ക് വാങ്ങിക്കലേ. അപ്പോൾ ഞാൻ ആർക്ക് പൈസ കൊടുത്തിക്കാണ്? കമ്പനിക്ക് പൈസ കൊടുത്തിക്കാണ്. കമ്പനിക്ക് ഇപ്പോൾ കടം കൊടുത്ത പോലെയല്ലേ? അതുകൊണ്ട് തന്നെ കടം കൊടുത്തുകൊണ്ട് തന്നെ ഇക്വിറ്റി കമ്പനിക്ക് എന്താണ്? ഒരു ബാധ്യതയല്ലേ? അതുകൊണ്ട് തന്നെയാണ് ലാബിലിറ്റി സൈഡിൽ എന്ത് കാണിക്കുന്നത്? ഇക്വിറ്റി കാണിക്കുക. അപ്പോൾ കമ്പനിക്ക് വരുന്ന ഫണ്ടൊക്കെ എന്താണ്? കമ്പനിക്കൊരു ബാധ്യത ആണ്. അതുകൊണ്ട് തന്നെ ലാബിലിറ്റിയിൽ ഇനി കൂടാൻ പോകണം, ഇക്വിറ്റിയെ കൂടാൻ പോകണം. അതുകൊണ്ട് തന്നെ കോമൺ സ്റ്റോക്കൊക്കെ എത്ര കയറുള്ളൂ? കോമൺ സ്റ്റോക്ക് പാറല്ലേ? പാറ. അതുകൊണ്ട് തന്നെ എത്ര കയറുള്ളൂ? ഒരു 10 രൂപ ടു കോമൺ സ്റ്റോക്കിലെ. പിന്നെ ഒരു 2 കൂടിയില്ലേ? 2 അഡീഷൻ പെയ്ഡ് ഇൻ ക്യാപിറ്റൽ. എത്ര കയറും? ഇതെന്താണ്? പ്രീമിയം അല്ലേ? എക്സ്ട്രാ കിട്ടിയല്ലേ? 90 കയറും. ഇതല്ലേ ജേണൽ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോമൺ സ്റ്റോക്ക് അക്കൗണ്ട് പാറ് 10 രൂപയും പിന്നെ അഡീഷണൽ പെയ്ഡ് ഇൻ ക്യാപിറ്റൽ എത്ര വരിക? ഒരു 90 വരിക. ഇത് പഠിക്കണമെന്നില്ല കേട്ടോ, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത് എങ്ങനെ അക്കൗണ്ട്സ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിലുള്ള കോർ പോയിന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിക്വിഡേഷൻ ടൈമിൽ ഷെയർ ഹോൾഡറിന് കോമൺ ഷെയർ ഹോൾഡറിന് തിരിച്ചു കൊടുക്കേണ്ടത് എന്ത് മാത്രമാണ്? പാർ വാല്യൂ മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം. APIC എന്ത് ചെയ്യണ്ട? തിരിച്ച് കൊടുക്കേണ്ട ആവശ്യം. അഡീഷണലി കിട്ടിയ എന്ത് ചെയ്യണ്ട? തിരിച്ചു കൊടുക്കണ്ട. വെറും എന്ത് കൊടുത്താൽ ലീഗലി നിങ്ങൾ എന്തേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? ജസ്റ്റ് പാർ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. എന്നാൽ ഇനി മെയിൻ ആയിട്ടുള്ള സാധനത്തേക്ക് പോട്ടോ. ഡിവിഡൻഡ് അല്ലേ? ഡിവിഡൻഡ് എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക്? എടാ ഡിവിഡൻഡ് പറഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടിയ ലാഭത്തിൽ നിന്ന് കുറച്ച് ആർക്ക് കൊടുക്കുക? നമ്മളെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. എന്തിനാപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കണടാ? അന്ന് പറഞ്ഞാണെങ്കിൽ എന്തിനാപ്പോൾ പൈസ കൊടുക്കണ്ടാവുക? ഓല് കുറച്ച് പൈസ കിട്ടിട്ടാന്ന് കൂടാലോ. എന്തുകൊണ്ടാണ് നെറ്റ് ഇൻകം റീറ്റേണേഴ്സ് പോകണത് അല്ലെങ്കിൽ ഇക്വിറ്റി സൈഡ് പോകണമെന്ന് അറിയാം നിങ്ങൾക്ക്? നെറ്റ് ഇൻകം എല്ലാ വർഷത്തെയും നെറ്റ് ഇൻകം ഏതൊക്കെ മാറ്റണം എന്നറിയാം? റീറ്റേണേഴ്സ്. എന്തിനാണ് നെറ്റ് ഇൻകം റീറ്റേണേഴ്സ് പോകണത്? ആലോചിക്കുക. അതിൻ്റെ ബാക്കിലൊക്കെ ഡിവിഡൻഡ് കൊടുക്കാൻ ഓക്കെ, പക്ഷേ അതിൻ്റെ ബാക്കിലൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആരെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ബിസിനസ് നടത്തി? ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലേ? അവരുടെ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ ബിസിനസ് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻകം ആർക്കും അവകാശപ്പെട്ടതാണ്? ഷെയർ ഹോൾഡേഴ്സിന് അവകാശം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോഷങ്ങൾ എവിടെ കാണിക്കണത്? ഇക്വിറ്റി സൈഡിലല്ലേ? അതുകൊണ്ടാണ് അതാത് വർഷത്തെ നെറ്റ് ഇൻകം ഏത് പോകണത്? റീറ്റേണേഴ്സിക്ക് പോകുന്നത്. അപ്പോൾ ഓലെ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ ബിസിനസ് നടത്തി കഴിഞ്ഞാൽ അതിന് ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ ആർക്ക് കൊടുക്കാനുള്ള തന്നെയാണ്? അത് ഓർക്ക് കൊടുക്കാനുള്ള തന്നെയാണ്. പിന്നെ നെറ്റ് ഇൻകം ഫുള്ള് ഇക്വിറ്റി സൈഡിലല്ലേ പോണത്. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? കാരണം ഡെപ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങൾ ഓൾറെഡി നെറ്റ് ഇൻകത്തിന് മുമ്പ് എന്ത് ചെയ്ത് കൊടുത്ത് രണ്ടാൾക്കാരുടെ പൈസ കൊടുക്കാണ്ടാവുക. ഒന്ന് ഡെപ്റ്റ് ഹോൾഡേഴ്സിനും ഒന്ന് ഷെയർ ഹോൾഡേഴ്സിനും. ഡെപ്റ്റിന് വേണ്ട റിട്ടേൺ നിങ്ങൾ അവിടെ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്, നെറ്റ് ഇൻകം എത്തുന്നതിൻ്റെ മുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ഇൻകം ഫുള്ള് ആർക്ക് അവകാശപ്പെട്ടതാണ്? നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടത്. അതുകൊണ്ടാണ് നെറ്റ് ഇൻകം ഡയറക്റ്റ് ചെയ്ത് വരുന്നത് റീറ്റേണേഴ്സ് ഇക്വിറ്റിക്ക് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എന്താ ശ്രദ്ധിക്കുക? ഡിവിഡൻസ് കേട്ടോ. ഡിവിഡൻസ് പറഞ്ഞാൽ എന്താടാ? റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റിലെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇട്ടീന് ഓർക്ക് റിട്ടേൺ കൊടുക്കണതിനാണ് എന്ത് പറയാം നമ്മൾ? പ്രോഫിറ്റ് ഷെയറിങ്ങിലെ പ്രോഫിറ്റ് ഷെയറിങ് അല്ലെങ്കിൽ നമ്മളുടെ എന്ത് കൊടുക്കുക? ഇൻകത്തിൻ്റെ ഒരു പോർഷൻ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുക? കൊടുക്കുക. ഇതിനാണ് എന്ത് വിളിക്കുക? ഡിവിഡൻഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഡിവിഡൻഡ് നമുക്കറിയാം ലീഗലാണോ ഡിവിഡൻഡ്? ലീഗലി ഡിവിഡൻഡ് കൊടുക്കണം എന്നില്ല. വേണമെങ്കിൽ കമ്പനിയിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കുകയാണ് ഈ വർഷം നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? നമുക്ക് ഡിവിഡൻഡ് കിട്ടുള്ളൂ. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് ഡിവിഡൻസാണ് പറയുന്നത്. പലതരം ഡിവിഡൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു ഡിവിഡൻഡാണ് ഏത്? ക്യാഷ് ഡിവിഡൻഡ്. എടാ എല്ലാവരും ശ്രദ്ധിക്കുക. ക്യാഷ് ഡിവിഡൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ എന്ത് പറയാം? പ്രോഫിറ്റ് എന്തിനാണ് കൊടുക്കുക? ഷെയർ ഹോൾഡറിന്. ഇപ്പോൾ നിങ്ങളൊക്കെ ഷെയർ ഹോൾഡേഴ്സാണ് വിചാരിച്ചോ. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കമ്പനിയിലത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചു ഈ വർഷം ക്യാഷ് ഡിവിഡൻഡ് കൊടുക്കുക. അപ്പോൾ അതിനൊരു ഡേറ്റും കാര്യം ഇടും. ആ ഡേറ്റിൽ നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും?
ആ നെറ്റ് ഇൻകത്തിൻ്റെ എത്ര എമൗണ്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇങ്ങനെ പൈസ ആയിട്ട് എന്ത് ചെയ്യും തരും. നോർമൽ സിറ്റുവേഷൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ലാഭവിഹിതം എന്ത് ചെയ്യുക ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. അതിനൊരു പെർസെൻറ്റേജ് ഉണ്ടാവും. നെറ്റ് ഇൻകത്തിൻ്റെ 10%, 20% എന്തായിട്ട് കൊടുക്കണം, നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ഇതാരാ തീരുമാനിക്കുക? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഡിവിഡൻറ്റ് കൊടുക്കണോ വേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യുക തീരുമാനിക്കുക. അപ്പോൾ ക്യാഷ് ഡിവിഡൻറ്റ് നോർമൽ കേസല്ലേ, പൈസ എന്തെടുത്ത് കൊടുക്കുക, ഷെയർ ഹോൾഡേഴ്സിന് എടുത്ത് കൊടുക്കുക. ഓക്കെ, ഇനിയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന സംഭവം ഡിവിഡൻറ്റ് പോളിസി ഓൺ ക്യാഷ് ഡിവിഡൻറ്റ്. കമ്പനിക്ക് പല പോളിസി ഉണ്ടാവും. 2 പോളിസിയാണ് നോർമലി ഉണ്ടാവുക. ഒന്ന് റെസ്യൂജ്വൽ ഡിവിഡൻറ്റ് പോളിസി. എടാ എന്താണ് റെസ്യൂജ്വൽ? ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, അത് തിരിച്ചും മറിച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. റെസ്യൂജ്വൽ ഡിവിഡൻറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഫോക്കസ് ചെയ്യുന്നത് ഡിവിഡൻറ്റ് കൊടുക്കലല്ല. കമ്പനി ഫോക്കസ് ചെയ്യുന്നത് എന്തിലല്ല? ഡിവിഡൻറ്റ് കൊടുക്കലല്ല. ഓക്കെ, എന്നാൽ ഇനി രണ്ടാമത്തെ ആക്റ്റീവ് ഡിവിഡൻറ്റ് പോളിസി. അതിൽ കമ്പനി ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? ഡിവിഡൻറ്റ്. ആക്റ്റീവായിട്ട് എന്ത് കൊടുക്കുകയാണ്? ഡിവിഡൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ റെസ്യൂജ്വലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഡിവിഡൻറ്റ് അല്ല ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ബേസായിട്ടൊരു സാധനം പറഞ്ഞുതരാം. ഒരു കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡർ ഷെയറിൽ അല്ലെങ്കിൽ കോമൺ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ 2 ടാർഗറ്റ് ഉണ്ടാവും. ഒരു ഷെയർ ഹോൾഡർ 2 ടാർഗറ്റ് അല്ലെങ്കിൽ 2 രീതിയിലാണ് ആൾക്കാർക്ക് റിട്ടേൺ കിട്ടുക. ഫസ്റ്റത്തെ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. എന്താണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 രൂപക്ക് വാങ്ങിയ ഷെയർ വില കൂടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ആര് വാങ്ങുന്നത്? ഷെയർ ഹോൾഡർ വാങ്ങണത്. അപ്പോൾ ഇയാൾ ടാർഗറ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻറ്റ് അല്ല. ടാർഗറ്റ് ചെയ്യണത് ഈ 10 രൂപയുടെ സാധനം ഒരു 100 150 ആകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുക? സെയിൽ ചെയ്യുക. ആ ഒരു വില കൂടുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാപിറ്റൽ അപ്രീസിയേഷൻ. നമ്മൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആവുക എന്താ പറഞ്ഞാൽ ഇൻക്രീസ് ആവുക. അപ്രീസിയേഷൻ്റെ മീനിങ് എന്താടാ? ഇൻക്രീസ് ആവുക. ക്യാപിറ്റൽ പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ വാല്യൂ എന്താവുക? ഇൻക്രീസ് ആവുക. അപ്പോൾ 2 ടാർഗറ്റിൽ ഒന്നാമത്തെ ടാർഗറ്റ് എന്താ കാര്യം? ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഓക്കെ, നമ്മുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. പിന്നെ രണ്ടാമത്തെ ടാർഗറ്റ് എന്താ കാര്യം? ഡിവിഡൻറ്റ് ഫോക്കസ് ആകാരം. എന്ത് കിട്ടുന്നു? ഡിവിഡൻറ്റ് കിട്ടും എന്നുള്ളത്. എന്നാൽ അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് പറഞ്ഞുതരാം. ക്യാപിറ്റൽ അപ്രീസിയേഷൻ ചെയ്യുന്ന കമ്പനി എന്ത് കൊടുക്കൂല? ഡിവിഡൻറ്റ് കൊടുക്കൂല. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം ഫുള്ള് നിങ്ങൾ ഡിവിഡൻ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി ഗ്രോ ചെയ്യാനുള്ള ഫണ്ട് അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ചെയ്യുന്ന കമ്പനി ഡിവിഡൻറ്റ് വല്ലാതെ എന്ത് ചെയ്യില്ല? കൊടുക്കൂല. കാരണം ഓല് ഉണ്ടാക്കുന്ന ലാഭം ഓല് റീഇൻവെസ്റ്റ് ചെയ്തിട്ട് കമ്പനി വലുതാക്കാൻ നോക്കുക. അപ്പോഴേ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വില എന്ത് ചെയ്യുള്ളൂ? കൂടുള്ളൂ. ശ്രദ്ധിച്ചോളൂ, നല്ല കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി വേണം. ഡിവിഡൻറ്റ് കൊടുക്കാതെ കമ്പനി ഉണ്ടല്ലോ, ഓല ഉണ്ടാക്കുന്ന നെറ്റ് ഇൻകം ഓല എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാണ്? ഗ്രോ ചെയ്യാൻ എന്ത് ചെയ്യാണ്? യൂസ് ചെയ്യാണ്. അപ്പോൾ ഓല സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. കാരണം കമ്പനി വലുതായി വരികയല്ലേ. അപ്പോൾ ഡിവിഡൻറ്റ് കൊടുത്തില്ല വിചാരിച്ചപ്പോൾ ആ ഇൻവെസ്റ്റർ എന്ത് മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ അപ്രീസിയേഷൻ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇനി കമ്പനി ഡിവിഡൻറ്റ് കൊടുക്കുക. അപ്പോൾ കമ്പനിക്ക് ഗ്രോ ചെയ്യാനുള്ള എന്തില്ല? വണ്ടില്ല. അപ്പോൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ത് ചെയ്യൂല? സംഭവിക്കൂല. കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ത് തന്നെ കാരണം സ്ഥിര വാല്യൂവിൽ തന്നെ നിൽക്കും. പക്ഷെ എന്ത് കിട്ടും? സ്ഥിരമായിട്ട് ഡിവിഡൻറ്റ് കിട്ടും. അപ്പോൾ രണ്ടും എപ്പോഴും എന്ത് ചെയ്ത് വരില്ല? അലൈൻ ചെയ്തിട്ട് വരില്ല. ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണെങ്കിൽ എന്ത് മാത്രമേ കിട്ടുള്ളൂ? ക്യാപിറ്റൽ അപ്രീസിയേഷൻ മാത്രമേ. ഡിവിഡൻറ്റ് ആണെങ്കിൽ ഡിവിഡൻറ്റ് മാത്രമേ കിട്ടുള്ളൂ. രണ്ടും ഒപ്പം കിട്ടുമോ? കാരണം ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഫണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് കൊടുക്കാൻ പറ്റില്ല? ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റില്ല. ഇനി ഡിവിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി എന്താവില്ല? അപ്രീസിയേഷൻ ആവും ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നേ ഉള്ളൂ കിട്ടുക. അപ്പോൾ കമ്പനി 2 രീതിയിൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത്? ആസ് എൻ ഇൻവെസ്റ്റർക്ക് ഏതാ വേണ്ടതെന്ന് എന്ത് ചെയ്യണം? നോക്കണം. അപ്പോൾ കമ്പനീൻ്റെ എന്ത് നോക്കിയായി? ഡിവിഡൻറ്റ് പോളിസി നോക്കിയായി. കമ്പനി എങ്ങനെയാണ് ഏതാണ് ഫോക്കസ് ചെയ്യണമെന്ന് എന്ത് ചെയ്തായി നോക്കിയാൽ മതി. കമ്പനി ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ് ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ ഏത് ഡിവിഡൻറ്റ് പോളിസിയൊക്കെ അവർ യൂസ് ചെയ്യുന്നത്? റെസ്യൂജ്വൽ ഡിവിഡൻറ്റ് പോളിസിയൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി കമ്പനി ഡിവിഡൻറ്റ് സ്ഥിരമായി കൊടുക്കണം എന്ന് വിചാരിക്കണം വെച്ചാൽ ഏതാകാരം ഫോക്കസ് ചെയ്യുന്നത്? ആക്റ്റീവ് ഡിവിഡൻറ്റ് പോളിസി. അപ്പോൾ കമ്പനിയുടെ ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ കമ്പനി ഏതാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ നീഡ് ആസ് എൻ ഇൻവെസ്റ്റർ നീഡ് എന്താണോ? ഡിവിഡൻ്റ് ആണോ വേണ്ടത് അതോ ക്യാപിറ്റൽ അപ്രീസിയേഷനോ വേണ്ടത്? അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? പർച്ചേസ് നടത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ റെസ്യൂജ്വൽ ഡിവിഡൻറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻറ്റ് എപ്പോഴേ പേ ചെയ്യുള്ളൂ? തീരെ കൊടുക്കൂല എന്നല്ല കേട്ടോ പറയണത്. ഡിവിഡൻറ്റ് പേ ചെയ്യും, പക്ഷേ ഓൺലി ആഫ്റ്റർ എൻഷുറിങ് ഓൾ പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് ബീൻ മെയ്ഡ്. ഇവർക്ക് ആവശ്യമുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും, അതായത് നമ്മൾ ഗ്രോ ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ നടത്തിയതിന് ശേഷം കമ്പനിയിൽ എക്സസ് ഫണ്ട് വരികയാണെങ്കിൽ മാത്രമേ എന്ത് കൊടുക്കേണ്ടുള്ളൂ? ഡിവിഡൻറ്റ് കൊടുക്കുള്ളൂ. അതായത് കമ്പനിയുടെ ബിസിനസ്സിന് വേണ്ട ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ റയറായിട്ട് എന്തുണ്ടാവുള്ളൂ? അവിടെ ബാക്കി എമൗണ്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ ബാക്കി ഉണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ? ഡിവിഡൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഡിവിഡൻറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ ആരും ഇൻവെസ്റ്റർ ഏതൊക്കെ വരണ്ട. ഈ കമ്പനി റെസ്യൂജ്വൽ ഡിവിഡൻറ്റ് പോളിസി ഒബേ ചെയ്യുന്ന കമ്പനിക്ക് എന്ത് ചെയ്യണ്ട? വരണ്ട. വളരെ റയറായിട്ട് 10 കൊല്ലം കൂടുമ്പോൾ 20 കൊല്ലം കൂടുമ്പോൾ എന്ത് കിട്ടുള്ളൂ? ഡിവിഡൻറ്റ് റയറായിട്ട് കിട്ടുള്ളൂ. പക്ഷേ ഓരോ സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടി പോകും. കാരണം ഫണ്ട് മുഴുവൻ എന്തിനു യൂസ് ചെയ്യാണ്? ഒരു കമ്പനി ഗ്രോ ചെയ്യാൻ യൂസ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എവിടുന്ന് ഫണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്റ്റേണൽ ഫണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്? പാസീവ് ഡിവിഡൻറ്റ് പോളിസി.
ഇത് ആക്റ്റീവ്. പാസീവ് പറഞ്ഞാൽ എന്താടാ, വളരെ പാസീവ് പറഞ്ഞാൽ അതിനെ പാസ് എന്നുള്ള അർത്ഥമല്ലേ, ഡിവിഡൻഡ് കൊടുക്കൂല എന്നുള്ള അർത്ഥമാണ് ഏതുകൊണ്ട് വരുന്നത്, പാസീവ് ഡിവിഡൻഡ് പോളിസി കൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ പോയിന്റ്സ് ഇൻ റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി? 2-3 പോയിന്റ്സ് അല്ലേ ഉള്ളത്. ഇത് കമ്പനി ഏതാണ് ഫോക്കസ് ചെയ്യുന്നത്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് വളരെ റയറായിട്ട് എന്ത് ചെയ്യുള്ളൂ, കൊടുക്കുള്ളൂ. ഡിവിഡൻഡ് എപ്പോഴേ കൊടുക്കുള്ളൂ, നമ്മളെ കമ്പനീൻ്റെ എല്ലാ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസിനും വേണ്ട എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും മെയ്ഡ് ചെയ്തതിന് ശേഷം ഇനി എന്തെങ്കിലും ചെറിയ എമൗണ്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രം എന്ത് കൊടുക്കുള്ളൂ, ഡിവിഡൻഡ് കൊടുക്കുള്ളൂ. അപ്പോൾ ആദ്യം ഡിവിഡൻഡ് അല്ലോ, ആദ്യം ഗ്രോത്ത് ആണല്ലേ, ഗ്രോത്ത് കഴിഞ്ഞിട്ടേ പിന്നെ എന്തുള്ളൂ, ഡിവിഡൻഡ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എവിടുന്ന് ഫണ്ട് റൈസ് ചെയ്യേണ്ട, പുറത്തുനിന്ന് ഫണ്ട് റൈസ് ചെയ്യേണ്ട, നമ്മൾ ഇന്ത്യയിൽ നമ്മളെ നെറ്റ് ഇൻകം തന്നെ നമ്മളെ ആവശ്യത്തിന് എന്തുണ്ട് ഉണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഇതിനെ വിളിക്കണ വേറെ പേരാണ് എന്ത്, പാസീവ് ഡിവിഡൻഡ് പോളിസി. ഇനി ആക്റ്റീവ് ഡിവിഡൻഡ് പോളിസി, ഈ കമ്പനി ഏതാ ഫോക്കസ് ചെയ്യുക, ഡിവിഡൻഡിലെ. അപ്പോൾ ആദ്യം ഡിവിഡൻഡ് കൊടുക്കും, എന്നിട്ട് ബാക്കി എന്തെങ്കിലും ഫണ്ട് ഉണ്ടെങ്കിൽ എന്തിനു പോവുള്ളൂ, ഗ്രോത്തിന് പോവുള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ്സിന് പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഡിവിഡൻഡ് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, കൊടുക്കുന്നുണ്ടാവും. ഗ്രോത്ത് വളരെ എന്താകരം കുറവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ 2 രീതിയിൽ ഇത് വരുന്നുണ്ട്. ഫസ്റ്റ് ഏതാണ്, സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യ എമൗണ്ട്, ഫിക്സഡ് എമൗണ്ട് എന്നൊക്കെ പറയില്ലേ, എടാ നല്ലൊരു ശ്രദ്ധിച്ചോ. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി പറഞ്ഞാൽ എന്താണ്, സ്റ്റഡി ആൻഡ് പ്രഡിക്റ്റബിൾ ഡിവിഡൻഡ് പേ ഔട്ട് ഈച്ച് ഇയർ. ഇൻവെസ്റ്റർ റിസീവ് എ ഡിവിഡൻഡ് റിഗാർഡ്ലെസ് ഓഫ് ദ ഏണിങ്സ് ആർ അപ്പ് ഓർ ഡൗൺ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനിയുടെ ലാഭവും നഷ്ടവും എന്നല്ല, കമ്പനി പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് കുറവ് പ്രോഫിറ്റ് അറിയില്ല നമ്മൾ. ഇപ്പോൾ 1 മില്യൺ പ്രോഫിറ്റ് അല്ലെങ്കിൽ 50 ലക്ഷം പ്രോഫിറ്റ് എന്നൊക്കെ പറയില്ല നമ്മൾ. അപ്പോൾ കുറവോ കൂടുതലൊന്നുമില്ല, സ്ഥിരമായിട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഇട്ടുതരാം. സ്ഥിരമായിട്ട് എത്ര രൂപയാണ് ഡിവിഡൻഡ് പേ ചെയ്യുന്നത്, $10,000 എന്ത് ചെയ്യുന്നത് എല്ലാ വർഷവും പേ ചെയ്യുന്നത്, സ്ഥിരമായിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു എമൗണ്ട്. അതിൽ ഇനി എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് അല്ല, സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് അല്ല, സ്റ്റേബിൾ പറഞ്ഞാൽ പെർസെൻറ്റേജ്, നെക്സ്റ്റ് ഇനി എന്താ വരിക, പെർസെൻറ്റേജ് വരിക. സ്റ്റേബിളിൽ എങ്ങനെയാണ്, ഫിക്സ്ഡ് എമൗണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതെന്താണ്, ഫിക്സ്ഡ് എമൗണ്ട്. എങ്ങനെയാണ് വരിക, ഫിക്സ്ഡ് എമൗണ്ട്. എല്ലാ വർഷവും ഒരു ഫിക്സ്ഡ് എമൗണ്ട് എന്ത് ചെയ്യും, ഷെയർ ഹോൾഡറിന് ഡിവിഡൻഡ് കൊടുക്കും. ഓക്കെ, ഡിവിഡൻഡ് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ പ്രയോറിറ്റി ആയിരിക്കാണ്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ അല്ലല്ലോ, ഫസ്റ്റ് പ്രയോറിറ്റി ഡിവിഡൻഡ്. ദെൻ ആഫ്റ്റർ എന്തെങ്കിലും ബാക്കി ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, കമ്പനി ഗ്രോ ചെയ്യുക. അതുകൊണ്ട് എന്താവില്ല, കമ്പനി എന്താവില്ല, ഗ്രോ ആവില്ല, ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവില്ല. ഡിവിഡൻഡ് കൊടുക്കൽ സ്ഥിരമായിട്ട് അങ്ങനെ നടക്കുമെന്നല്ലാതെ എന്തുണ്ടാവില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ അല്ല കിട്ടുക, എന്താ കിട്ടുക, ഡിവിഡൻഡ് ആണ് എന്ത് ചെയ്യുക, കിട്ടുക. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി, ഫിക്സ്ഡ് എമൗണ്ട് എല്ലാ വർഷവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് നല്ല ലാഭം ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50 ലക്ഷം ലാഭമുണ്ട്, 1 കോടി ലാഭമുണ്ട്, 1.5 കോടി ലാഭമുണ്ട്. ഇത് കൂടുന്നതിനനുസരിച്ച് നമ്മളെ എന്ത് കൂടില്ല, അത് ഫിക്സഡ് അല്ലേ, ഡിവിഡൻഡ് കൂടില്ല. എപ്പോഴും എത്ര തന്നെ, 10,000. ഇനി 10,000 റുപ്യ ലാഭം ഉണ്ടെങ്കിലും എത്ര തന്നെ കിട്ടുക, 10,000. ലോ ആയാലും ഹൈ ആയി കഴിഞ്ഞാലും എപ്പോഴും എന്ത് തന്നെയാണ്, ഈ 10,000 തന്നെ എന്ത് കിട്ടുള്ളൂ, ഡിവിഡൻഡ് കിട്ടുള്ളൂ. അതായത് ഫിക്സ്ഡ്, സിംപ്ലി പറഞ്ഞാൽ എന്താ, പക്കാ ഫിക്സ്ഡ്. ഇനി അവിടെ എന്തോ സംഭവിച്ചോട്ടെ ഒരു പ്രശ്നമല്ല, എല്ലാ വർഷവും 10,000 വെച്ചിട്ട് എന്ത് ചെയ്യും, കിട്ടും. അതിനെയാണ് എന്ത് വിളിക്കുക, സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. ഇനി കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ഏണിങ്സ്. ഇത് വേരിയബിൾ അല്ലടാ, ഇതപ്പോൾ എന്താണ്, വേരിയബിൾ ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ടോട്ടൽ റവന്യൂവിൻ്റെ ഒരു 13%. എത്ര പെർസെൻറ്റേജ്, 13%. ഇത് കൂടും കുറയും ചെയ്യൂലേ, കാരണം ഈ വർഷം 1 മില്യൺ ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ 13% അല്ലേ, അടുത്ത വർഷം 2 മില്യൺ ആണെങ്കിൽ അതിൻ്റെ 13%. അപ്പോൾ ഇത് പെർസെൻറ്റേജിൻ്റെ ബേസിലാണ് വരിക. അപ്പോൾ ഇത് കൂടാനും ചാൻസ് ഉണ്ട്, കുറയാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 പോളിസീസ്. റെസിജ്വൽ ആണെങ്കിൽ ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റിലെ പിന്നെ ഡിവിഡൻഡ്. ഓക്കെ, ആക്റ്റീവ് ആണെങ്കിൽ ആദ്യം ഡിവിഡൻഡ് പിന്നെ ഗ്രോത്ത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ നോക്കുന്നത്. ഓക്കെ, 2 ഡിവിഡൻഡ് പോളിസി കിട്ടും. അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ ഇപ്പോൾ എന്തിനാണ് നമ്മൾ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കമ്പനിയുടെ എന്ത് നോക്കണം, ഏത് പോളിസിയാണ് നമ്മളുടെ നീഡ് എന്താ നോക്കണ്ടേ. നമുക്ക് ചിലപ്പോൾ ഡിവിഡൻഡ് കിട്ടാനാകാൻ താല്പര്യം, ചിലപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാനാകാൻ താല്പര്യം. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് നോക്കണം, ആ കമ്പനി ഏത് പോളിസിയാണ്, ഏത് ഡിവിഡൻഡ് പോളിസിയാണ് ഫോളോ അപ്പ് ചെയ്യണമെന്ന് എന്ത് ചെയ്യണം, നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യം എന്താ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ആവശ്യം ഡിവിഡൻഡ് കിട്ടണം എന്നാ സ്ഥിരമായിട്ട്. അപ്പോൾ നമ്മൾ ഏത് പോളിസിയുള്ള കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ആക്റ്റീവ് ഡിവിഡൻഡ് പോളിസിയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു ഇതും കൂടി ഉണ്ട്, ആക്റ്റീവ് ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കമ്പനി നല്ല ലാഭം ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ എന്ത് കിട്ടണമെന്നുണ്ട്, ഡിവിഡൻഡ് കിട്ടണം. അപ്പോൾ ഏതാണ് ആക്റ്റീവിൽ ഏത് പോളിസി ഫോളോ ചെയ്യുന്നതാണ്, കോൺസ്റ്റൻറ്റ്. അല്ല എനിക്ക് റിസ്ക് എടുക്കാനൊന്നും വയ്യ, ഇത് നേരെ തിരിച്ചു പോകുമല്ലോ, കമ്പനിയുടെ പ്രോഫിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിവിഡൻറ്റും കുറയില്ലേ. അപ്പോൾ റിസ്ക് എടുക്കാനെന്ന് വെച്ചാൽ എനിക്ക് സ്ഥിരമായിട്ടൊരു പേയ്മെൻറ്റ് ഇങ്ങനെ കിട്ടിയാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെടുത്തായി, സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിയുള്ള കമ്പനീസിൽ എന്ത് ചെയ്തായി, ഇൻവെസ്റ്റ് ചെയ്തായി. അപ്പോൾ ഇത് പഠിക്കണത് എന്തിനാന്നുള്ളതും കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കട്ടോ. നമ്മൾ എന്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ ആവശ്യത്തിന് അലൈനായിട്ടുള്ള കമ്പനീസിൽ ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ബ്രേക്ക്.
11/6 ആ